ഫീഡർ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണോ? ചുട്ടുപൊള്ളുന്ന കൊച്ചിയിൽ രാത്രി കരണ്ടുമില്ലാതായതോടെയാണ് പൊറുതിമുട്ടി ജനം റോഡിലും KSEB ഓഫീസിന് മുന്നിലും എത്തിയത്. അർദ്ധരാത്രിയിൽ KSEB ഓഫീസിന് മുന്നിൽ ഇരുന്നും കിടന്നും ജനങ്ങൾ പ്രതിഷേധിച്ചു. വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാത്തത് കൊണ്ടാണ് പായും തലയണയുമായി കുഞ്ഞിനൊപ്പം എത്തി KSEB ഓഫീസിന് മുന്നിൽ കിടന്നുറങ്ങിയതെന്ന് ഇടപ്പള്ളി സ്വദേശി സുകേഷ്. ഈ രാത്രി നമ്മളൊന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്ന സമയത്ത് 10 മണിയാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നമ്മളൊന്ന് ഈ ചൂട് കാരണം ഒന്ന് കുളിച്ചിട്ട് കിടക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് കറണ്ടങ്ങ് പോവുക. പിന്നെ വിളിച്ചാൽ കിട്ടത്തില്ല, വന്നാൽ ഇത് തന്നെ അവസ്ഥ. ആലുവയിലും അർദ്ധരാത്രി വൈദ്യുതി മുടങ്ങിയതോടെ ജനങ്ങൾ കൂട്ടത്തോടെ KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. പോലീസ് എത്തിയാണ് ജനങ്ങളെ പിരിച്ചുവിട്ടത്. ഈ ചൂടുകാലത്ത് എങ്ങനെ വീട്ടിൽ മനുഷ്യൻ കിടന്നുറങ്ങും? എപ്പോ ചോദിച്ചാലും ഫീഡർ കംപ്ലൈന്റ് വിളിച്ചാൽ കിട്ടില്ല. ഒരൊറ്റ ഒഫീഷ്യൽ ആൾക്കാരെ വിളിച്ചാൽ അവരുടെ CUG നമ്പർ എല്ലാം അവർ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ വന്ന് നമ്മൾ പരിഹാരം ഉണ്ടാക്കി ഇവരിപ്പൊ കുത്തി തരാന്ന് പറയും. കുത്തി കഴിഞ്ഞ് നമ്മൾ വീട് എത്തണ്ട, അതിനും പോയിട്ട് കറണ്ട് വീണ്ടും പോകും. ചേരാനെല്ലൂരിൽ വൈദ്യുതി മുടക്കിയ KSEB ഓഫീസിന്റെ ഫ്യൂസ് ഊരിയായിരുന്നു ജനങ്ങളുടെ അവസാന പ്രതിഷേധം. ജനപ്രതിനിധികൾ എത്തിയെങ്കിലും ജനങ്ങൾ പ്രതിഷേധത്തിൽ ഉറച്ചുനിന്നു. മലപ്പുറം തിരൂരങ്ങാടി AR നഗർ VKPടി നിവാസികൾ തലപ്പാറ KSEB ഓഫീസ് അർദ്ധരാത്രിയിൽ ഉപരോധിച്ചു. കൊടുംചൂടിൽ കരണ്ടുമില്ലാതായതോടെ കുഞ്ഞുങ്ങളുമായി കിടന്നുറങ്ങാൻ പറ്റുന്നില്ലെന്ന് ജനങ്ങൾ. രാത്രി സമയത്ത് വൈദ്യുതി ലൈനുകളിൽ താങ്ങാനാകുന്നതിലും കൂടുതൽ ലോഡ് വന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് KSEBയുടെ വിശദീകരണം. കൊടുംചൂടിൽ വെന്തുരുകി പൊറുതിമുട്ടിയാണ് ജനങ്ങൾ ദൈ കാണുന്ന KSEB ഓഫീസിലേക്ക് കൈക്കുഞ്ഞുങ്ങളുമായി പായും തലയണയും എടുത്തെത്തിയത്. ഈ സ്ഥിതി തുടർന്നാൽ ഇനിയും പ്രതിഷേധം ഇതേ രീതിയിൽ തുടരുമെന്നാണ് ഇടപ്പള്ളി സെക്ഷന് കീഴിൽ വരുന്ന പലയിടങ്ങളിലെയും ജനങ്ങൾ ആവർത്തിക്കുന്നത്. ബിനു തോമസിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.